നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പട്ടാമ്പി ടൗണിൽ നിയമാനുസൃതമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം പോലീസ് ചാർജ് ചെയ്യുന്നൊരു സംവിധാനം. അത് പ്രത്യേകിച്ച് നമ്മളെ പാലത്തിന്റെ പുഴ നിറഞ്ഞു പോകുന്ന ആ സമയത്ത്, അവിടെ ബ്ലോക്കായ സമയത്ത്, കടകളിൽ വെള്ളം കയറിയ സമയത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയിൽ വെള്ളം കയറിയതിന്റെ പിറ്റേ ദിവസം ആ കടകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ കടയുടെ മുൻപിൽ ബൈക്ക് വെച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ആ സമയത്ത് എത്ര വാഹനങ്ങളാണ് പട്ടാമ്പി അങ്ങാടി കൂടെ ഓടിയിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പാലം ബ്ലോക്കാണ്. മാത്രമല്ല അപ്പുറത്തെ സൈഡിലേക്ക് വാഹനങ്ങൾ പോകുന്നില്ല. അപ്പൊ എത്ര വണ്ടികൾ ഓടുന്നത് അറിയാം, ഒരു തിരക്കുമില്ല. ആ സമയത്ത് പോലീസ് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഉള്ള റോഡിന്റെ രണ്ട് സൈഡിലും എവിടൊക്കെയാണോ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് അപ്പോഴേക്കപ്പോഴേ അത് ആപ്പിലൂടെ കയറ്റിക്കൊണ്ട് അവർക്ക് ഫൈൻ വരും. ആ തുക ഒന്നെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അപ്പൊ സത്യം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി ആ കട ക്ലീൻ ചെയ്യാൻ വന്ന അയാളെ സഹായിക്കാൻ വേണ്ടി വന്നവർക്ക് 250 500 ഒക്കെ ഫൈൻ കിട്ടുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, പൊതുജനങ്ങളായിരുന്നെങ്കിൽ അതിനുശേഷം പോയി പാലം തുറക്കുന്ന ഈ സമയത്തൊക്കെ ചാർജിങ് നടക്കുകയാണ്. ഈ വിഷയം വരുന്ന സമയത്ത് കൃത്യമായിട്ട് മുനിസിപ്പൽ അധികൃതരോടും അതുപോലെ തന്നെ MLA അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരിക്കലും പോലീസ് ചാർജ് ചെയ്യുന്നതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരിക്കലും നമ്മൾ എതിർത്തില്ല. അതിന്റെ പൂർണ്ണമായിട്ട് അവരോടൊപ്പം നിന്നിട്ട് തന്നെ നമ്മൾ സഹകരിക്കും. നിയമത്തിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യം, ഓരോ സ്ഥലങ്ങളിലും പാർക്കിംഗ് എവിടെയാണെന്ന് അറിയാതെ തന്നെ അവിടെ നിർത്തിയ വാഹനങ്ങളാണ് ചാർജ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ട്രാഫിക്കിന്റെ ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് യോജന, അതിന് മുന്നുള്ള സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആകെ ചർച്ച ചെയ്തിട്ട് സ്ഥലം ഒന്ന് ബസ് സ്റ്റാൻഡിന് മുൻഭാഗം, പിന്നെ ഒന്ന് മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ, പിന്നെ കൃഷിഫോമിന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ഭാഗത്തെ നിയന്ത്രണങ്ങളുടെ കാര്യം മാത്രം അന്ന് ചർച്ച ചെയ്തിട്ടില്ല. നമ്മളൊക്കെ പങ്കെടുത്ത മീറ്റിംഗ് ആണ്. അവിടുന്ന് മുനിസിപ്പാലിറ്റിയില് പോലീസ് ഉദ്യോഗസ്ഥരും RTO അടക്കമുള്ളവരും എല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആണ്. അതിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന സർക്കുലറിൽ അതാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വർഷങ്ങളായിട്ട് പാർക്ക് ചെയ്ത് ഈ കമാനത്തിന്റെ സൈഡിൽ അവിടെ ഹോസ് കളക്ഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ സൈഡിൽ, അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങളൊക്കെ ചാർജ്. ഇതൊക്കെ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവാത്തൊരവസ്ഥ. ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പല തവണ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് സംസാരിക്കും. അപ്പൊ പറഞ്ഞ നിങ്ങൾ പോലീസ് അധികൃതരായിട്ട് മീൻസ് ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കാൻ. അതിന്റെ ഭാഗമായിട്ട് CIയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടും. അപ്പൊ പറഞ്ഞ തീർച്ചയായിട്ടും ഒരിക്കലും പാർക്ക് ചെയ്ത് വാഹനത്തിൽ ഇരിക്കുന്ന വാഹനങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്യില്ല. അത് നമ്മളൊരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ അത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പള്ളിപ്പുറം റോഡ് വരെ പോകുന്ന സമയത്ത് എല്ലാ വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ എടുത്ത് പോകുന്നു, തിരിച്ച് അവിടെ വന്നിട്ട് ആ നമ്പർ നോക്കിയിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ വളരെ അടുത്തൊരു സുഹൃത്ത് ഈ മേലവട്ടാമ്പി ഇതൊന്നും അറിയില്ല. അത് മാത്രമല്ല, ഈ പ്രദേശത്ത് എവിടെയാണ് നോ പാർക്കിംഗ് എന്ന് പുറമേ നിന്ന് ഒരാൾക്ക് വരുന്നവർക്ക് അറിയാനൊരു ബോർഡുണ്ട്. മേലവട്ടാമ്പി ചെർപ്പശ്ശേരി ജംഗ്ഷൻ മുതൽ പള്ളിപ്പുറം റോഡ് വരെ നിങ്ങൾ പോയി നോക്കും. നമുക്ക് പോയി നോക്കാം, എവിടെയെങ്കിലും നോ പാർക്കിംഗ് എഴുതിയിട്ട് ബോർഡില്ല. അപ്പൊ ഇത് എവിടെ വണ്ടി നിർത്തണം? സ്പേസ് കണ്ടോടത്ത് നിർത്തും, സ്വാഭാവികമാണ്. ചിലവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ടിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ ഒരു ബൈക്കായിട്ട് വാരി കൂട്ടിയിട്ട് ഒരാളെ വന്നിട്ട് അവിടെ നിർത്തി ആ മരുന്ന് വാങ്ങാൻ കയറുന്നതിന്റെ മുന്നേ ഫോട്ടോ എടുത്ത് കിട്ടും. അപ്പൊ അത് ഇങ്ങനെയുള്ള ഒരു പ്രയാസം, പ്രതിസന്ധി വലിയ രീതിയിൽ നടക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഇത് വ്യാപാരികളുടെ പ്രശ്നമല്ല, ഇത് പട്ടാമ്പിയുമായി ബന്ധപ്പെട്ട പൊതുജനത്തിന്റെ പ്രശ്നം. വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല, പൊതുജനത്തിന്റെ പ്രശ്നമാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. ഓരോരുത്തർക്കും അവരൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളത് അന്വേഷിക്കുന്ന സമയത്ത് പട്ടാമ്പിയിലൂടെ കടന്നു പോകുന്ന പല VIPകളിലും ഇവിടെ റോഡിന്റെ അവസ്ഥ മോശമാണ് എന്നുള്ള രീതിയിലുള്ള ഭാഗമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമുക്ക് അംഗീകരിക്കാനും പറ്റാത്തൊരു കാര്യം. കാരണം നമ്മൾ മാനുഷിക പരിഗണന എന്നുള്ളത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്.